വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ ഇച്ചിരി തിരക്കായിപ്പോയി. എൻ്റെ വീട്ടിൽ കുടുംബസംഗമമാണ്, വാപ്പച്ചിയുടെ വീട്ടിൽ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം വെച്ചാൽ ഇറങ്ങിയിട്ടുള്ളൂ. 10:30 അവിടെ എല്ലാവരും എത്താൻ പറഞ്ഞത്. 10:45 അവിടെ വിളിച്ചു നോക്കിയപ്പോൾ ഓരോരുത്തർ വരണുള്ളൂ എന്നാണ് പറഞ്ഞത്. രാവിലെ പെട്ടെന്ന് ഹറിബറി ആയിപ്പോയി. ഞാൻ രാവിലെ തുടങ്ങി എടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോഴാണ് ഒന്ന് സമയം കിട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു കുടുംബസംഗമം ഉണ്ടായിട്ടുള്ള ഇത് ഫസ്റ്റ് ടൈമാണ്. ഇനി മുതലെല്ലാം എല്ലാ വർഷത്തിലും 2 വർഷമൊക്കെ ഉണ്ടാവുമെന്ന് പറയണം, അറിഞ്ഞൂടാ. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഒരു റിസോർട്ടിലാണ് കുടുംബ സംഗമം വെച്ചേക്കുന്നത്. റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടുത്തുള്ളൊരു ചെറിയൊരു ഇതുപോലത്തെ ഒരു സംഭവമുണ്ട്. അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. എത്താറായിട്ടുണ്ട്. ഉമ്മച്ചിയും ഫിദയൊക്കെ അവിടെ റോട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ എടുക്കണം. കുറേ നാളായി ഞങ്ങൾ വാപ്പച്ചിയുടെ ഫാമിലിയിൽ എല്ലാവരുടെയും കൂടിയിട്ട് കണ്ടിട്ടൊക്കെ. അതുപോലെ പിന്നെ ഫയറും ഇല്ല. ഫയറ് വിളിച്ചിട്ടൊക്കെ പറയണ്ടേ എല്ലാവരെയും കാണണമെന്നൊക്കെ ഉണ്ട്. ചെറിയൊരു വിഷമം ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കണം. ഞാൻ ഫിദ അമ്മച്ചിയും പിന്നെ കുഞ്ഞെന്ന് പറയുന്നത് വാപ്പച്ചിയുടെ അനിയൻ്റെ വൈഫും ആ കുഞ്ഞിൻ്റെ അതിൻ്റെ മോളും ഉണ്ട്. അവരുടെ വീട് കൊടുങ്ങല്ലൂരാണ്. അവർ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ എടുത്തിട്ട് നമ്മൾ കുഴുപ്പള്ളി ബീച്ചിൻ്റെ അടുത്തുള്ളൊരു റിസോർട്ടിൽ നിന്ന് അതിന് പറയും. എന്നാലും അത്രയ്ക്ക് വലിയ ഗംഭീരമായിട്ടുള്ള ഇതെന്നല്ല, ഒരു ചെറിയൊരു സെറ്റപ്പിൽ അവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കണം. ഒരു 10-60 പേരൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു കണക്ക് കുട്ടികളിൽ. ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ, വള്ളത്താങ്കുളങ്ങര അമ്പലത്തുള്ള സ്കൂളാണ്. നല്ല ശരിക്കും ഇവിടെ വരുന്ന ഒരു പ്രത്യേക ഫീലാണ്. 1 മുതൽ 4 വരെ ഉള്ളു ഇവിടെ. LP സ്കൂളാണ്. ഇവിടെയാണ് ഞാനും എൻ്റെ 2 താത്താമാരും ഇവിടെ പഠിച്ചത്. അങ്ങനെ അവര് വന്നിട്ടുണ്ട്. ഉമ്മച്ചി ഫിദയും കുഞ്ഞു. ഇത് ഉമ്മച്ചി. ഇത് ചിരിക്കുന്നു, ചിരിക്കുന്നു. ഇത് കുഞ്ഞിച്ചിരി ടെററാണ്. ഇത് മോള് ആൻഡ് ഫിദ. സ്ഥലമില്ലേ? ഞാൻ ഇത് കേട്ടിടാം. ഞങ്ങൾ റിസോർട്ട് എത്താറായി. ഇതാണ് എൻ്റെ പ്രകൃതി രമണീയമായ എൻ്റെ നാട്. കുഴുപ്പള്ളി ബീച്ചിൻ്റെ അടുത്ത് പയ്യപ്പോട്ട ഈ സദ കാണുന്നതാ. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ആ ദയാ കാണുന്ന സ്ഥലത്താട്ടോ. സൂപ്പറല്ലേ? ഇവിടെ കേട്ടോ നമ്മുടെ ഇതാണ് ഞാൻ പറഞ്ഞ റിസോർട്ട്. ഇതൊരു വീട് പോലെ ഒരാൾ കണ്ടിട്ട് ഇങ്ങനെ റിസോർട്ടിൻ്റെ സെറ്റപ്പിൽ ഇങ്ങനെ ആൾക്കാർ എല്ലാവരും. അതെ കൊച്ചാപ്പയൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ആരൊക്കെയോ ഉണ്ട്. ഇത്താത്തയാണ്. ഇത്താത്ത, ഫുക്കാക്ക, മൂത്താപ്പ, മാമ എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മളാണ് അപ്പോൾ ലാസ്റ്റ് എന്ന് തോന്നുന്നത്. ഇവനാണ് കൺവീനർ മോളുടെ പരിപാടികളൊക്കെ. വേണോ ഇതൊക്കെ?
ആവതോനെ നിന്നെ സ്തുതിച്ചിടുന്നേ അൽഹംദുലില്ലാഹി അഖിലങ്ങൾ പോറ്റുന്ന തമ്പുരാനേ അർഹമുറാഹിമീനേ ആവതോനെ നിന്നെ സ്തുതിച്ചിടുന്നേ മുത്തോളിവായ നബി മുഹമ്മദ് തൻ സഹബാക്കളിലും മധുരമായോതിടുന്നു സലാമിനെ മന്നാനെ നൽകിടണേ മന്നാനെ നൽകിടണേ അൽഹംദുലില്ലാഹി. നമ്മളെ അതായത് ഐശായിക്കാത്ത മുതല് എന്റെ പേരെ കുട്ടി വരെ വെളിയാണ്. അപ്പോ തുടങ്ങാമോ? അടുത്തതായി അവസാനിക്കുകയാണ്. അതായത് സംഗമം ഇതെന്താ നിലയിലേക്ക് പോകണമെന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ കുടുംബ സംഗമത്തിന് വന്നേക്കാണ് ഗായ്സ്. ഇവിടെ എല്ലാരും ഉണ്ട്. ഇന്ന് മാത്രം പറയാനുള്ളൂ. അപ്പൊ കൂടുതലൊന്നും പറയണില്ല. രാവിലെ വീണ്ടും അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഷെഫി ബോറടിക്കണുണ്ടോ? ബൈ. പറയണുള്ളൂ. സാജിദ ബഷീർ 2 മിനിറ്റ് എന്തായാലും പറയണം കേട്ടോ. 2 മിനിറ്റ് എന്തായാലും സംസാരിക്കണം കുറഞ്ഞത്. എല്ലാവരുടെ തിരക്കൊക്കെ നീക്കി വെച്ച് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പേരിലും കൂട്ടാപ്പടി സംഘത്തിൻ്റെ പേരിലും ആശംസകൾ. നമ്മളൊന്ന് ആദരിക്കുക. അത് ആദരിക്കുന്ന വസ്തുവിന്റെ വിലയൊന്നുമല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഒരു ബഹുമാനം അത് അത്ര എങ്ങനെ ഉൾക്കൊള്ളാൻ ആ മനസ്സിന് കഴിയുമെന്ന് അള്ളാഹുവിലാണ് അറിഞ്ഞൂടാ. അപ്പൊ നമ്മളത് ഒരു ആദരിക്കല് നടത്തുകയാണ്. അതിനു വേണ്ടി നമ്മളെ ഡെക്കയിലെ കാരണവരും കായി തന്നെ ചെയ്യണത്. അപ്പൊ എന്താ റിസൾട്ട് മനസ്സിലായില്ലേ? റിസൾട്ട് തത പറഞ്ഞു. 2 വാക്ക്. മുഹമ്മദ്
ജോലിക്ക് പഠിക്കണം. ശരിയെന്ന് പറഞ്ഞിട്ട് പോയാൽ പറ്റില്ല. ഈ മുഹമ്മദിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഈ കെട്ടിയോനെ കുറിച്ചിട്ട് നമ്മുടെ ഈ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ കുടുംബസംഗമത്തില് നമ്മളെല്ലാവരെക്കാളും കൂടുതൽ മുൻനിരയിൽ നിന്ന ഒരു വ്യക്തിയുണ്ട്, മാമ. എനിക്ക് മാമയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ വിളിക്കണ അത്. അപ്പോൾ എന്താ ഈ കൂട്ടേപ്പടി കുടുംബത്തിലേക്കാളും കൂടുതൽ ഇതിനു വേണ്ടി മുന്നോട്ടിറങ്ങി എല്ലാവരും കൂടിച്ചേർക്കാനായിട്ട് അതിനു വേണ്ടി പ്രയത്നിച്ച ഒരു കിഴക്കേ വീട്. അങ്ങനെ തന്നെ പറയാം. എൻ്റെയും പ്രത്യേകിച്ച് കൂട്ടേപ്പടി കുടുംബത്തിൻ്റെയും ഭാഗത്ത് നിന്ന് വളരെയധികം നന്ദി അറിയിച്ചിട്ടുണ്ട്. മാമില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്തായാലും ഇങ്ങനൊരു കൂടിച്ചേരൽ ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. അല്ലാന്ന് ആർക്കെങ്കിലും ഒരു എതിരഭിപ്രായം ഉണ്ടോ? എന്തായാലും ഇല്ല. അപ്പൊ മാമാക്ക് വളരെയധികം നന്ദി. അപ്പൊ ഈ പറഞ്ഞതിന് അഭിനന്ദനമാണ് കിട്ടിയത്. ബാവാ കണ്ട അല്ല കൈയടിക്ക് പിന്നെ ആദ്യം അപ്പൊ അന്ന് ചോദിക്കും, അറിയാവുന്നവര് പറയണം, ഗ്രൂപ്പാക്കണം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മസ്ഥലം മക്ക. കൈയടിക്കുക എല്ലാവരും. പ്രവാചകൻ വഫാത്തായ സ്ഥലം മദീന. നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്ലാം കാര്യങ്ങള് 5 ഇസ്ലാം കാര്യങ്ങൾ 5 അല്ലേ? അതില് 3-ാമത്തത് എന്തുണ്ട്? കയ്യടിക്ക്. പ്രവാചകന് നുബുവത്ത് കിട്ടുന്നത് 40-40 വയസ്സില്. ഞാനാ പറയണട്ടെ, 40 വയസ്സില്. ഇതാരാണ് ഇത്? അതെന്റെ ഉമ്മ. ഈ കാണുന്നത് എളിമയുടെ ഉമ്മയാണ്. അത് വെള്ളം ഇതാ അട്ടമുണ്ട്. അതെ, എളിമയുടെ ഉമ്മയാണ്. കൊടുത്താ ഫുഡ് സദ്യയാണ്. ഞങ്ങളാരും ചിക്കനും ബീഫും തിന്നൂല, അതുകൊണ്ട് സദ്യയാണ്. വെജിറ്റേറിയൻ. ഷഹബാന അജ്മൽ, the vlogger ഷഹബാന അജ്മൽ. ഫർസാന വ്ളോഗ്സിന്റെ ഫർസാനയാണ് ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പൊട്ടിക്കുക. ഓക്കെ, നമുക്ക് രണ്ടും കിട്ടിയിട്ടില്ല. സ്റ്റൈലിലിട്ടോ എല്ലാരും വിചാരിക്കും കഴിച്ചിട്ടില്ല, വേളമ്പണിയാണെന്ന്.
വയറടച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇഞ്ചി കറി ഉണ്ട്. അടിച്ചുകൊണ്ടിട്ടോടാ കറി. നീ കഴിച്ചാ ചാറ് മാത്രം മതി. ചാറ് എടി കിട്ടി എല്ലായിടത്തും ഒഴിച്ചോ ഒഴിച്ചോ. ഞാനും അപ്പോഴത്തെ പായസത്തിന് സെറ്റ്. പായസം ഉണ്ട് കാക്ക. Back
നമ്മൾ അന്താക്ഷരി കളിക്കാൻ പോവാണ് ഗൈസ്. അന്താക്ഷരി കളിക്കാനായിട്ട് എല്ലാവരും 2 ഗ്രൂപ്പായിട്ട് ഇരിക്കണാണ്. ഗ്രൂപ്പ് നമ്പർ 2. ഇതാണ് എന്റെ ഗ്രൂപ്പ്. അത് നിന്റെ ഇതാണ് ഗ്രൂപ്പ്. ടീം ലീഡർ. ഇനി എന്റെ ഗ്രൂപ്പ് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ടീം. ഞാനാണ് ഇതിന്റെ ലീഡർ. കണ്ടവരുടെ ഡിസ്കഷൻ കണ്ട പഠിക്കും ഇന്നെനിക്കൊരു ദൂത് പോരാമോ, ആരാരും കാണാതെ ഒന്നരികെ ചൊല്ലാമോ, വിമാനം നെല്ലിപ്പോരാമോ, സുന്ദരി ഏതാണ് അക്ഷരം എന്റെ കൂടെ പോരാമോ, പോരുമോ പോരുമോ, എന്റേതായി തീരാമോ. പാട്ടിട്ട് നമ്മുടെ ടീം മെമ്പർ ഒന്ന് വിളിച്ചേ. അറിയാത്ത പാട്ട് പറഞ്ഞാലുണ്ടല്ലോ അത് കൊച്ചാപ്പ ഗ്രൂപ്പ് പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ ചൊല്ലി, കുന്നോളെ കുമ്പാളി മാങ്ങുണ്ട് ചാഞ്ചാട് ചാ ചാ ചാ. ഇപ്പൊ 2 മിനിറ്റ് 1 മിനിറ്റ് കഴിയട്ടെ. കൊച്ചാപ്പ വാ, കൊച്ചാപ്പ വന്ന് ചേർന്നാ സുന്ദരിയേവാ വെണ്ണിലവേവാ എൻ ജീവശാസമേ റാ റാ പറഞ്ഞോടുക്കണേണ്ട് പറയല്ലേട്ടാ.
ടിക് ടിക് 1 ജയമണി നബിയും ഈ ലോകോ സലാമായി ചൊന്നേ അല്ല സലാമായി ഒറ്റ നാലായി നാലും കഴിഞ്ഞ വെന്തരികളും ചങ്ങല നീലാകാശവും അവരുടെ ഗ്രൂപ്പ് അവരുടെ ഡിസ്കഷൻ നിങ്ങൾ 3 4 5 ഏതാണ് അക്ഷരം ഏതാണ് പോലെ പോലെ ചെമ്പക പൂമലരേ കണ്ണും അഴകാണടി രണ്ടാമത്തെ മോള് ആരാണ് രണ്ടാമത്തെ മോള്? ആ വീട്ടിൽ നിന്ന് എൻ്റെ നാത്തൂന് എൻ്റെ മോള് കൊച്ചിന് ഭയങ്കര സന്തോഷം എല്ലാ പരിപാടിയിലും പങ്കെടുത്ത് ഒരു വിഷമം എനിക്ക് മാറി. ഫയറു മാമിനോട് എന്തെങ്കിലും പറയാനുണ്ടാ? ഡാൻസ് ഒക്കെ കളിച്ച് ഫയറു മാമിയുടെ സദ്യ തിന്നെന്ന് പറയും. ഞാൻ കുഞ്ഞിടിയായിരുന്നു ഓർമ്മയുണ്ടോ? ഞാൻ കുഞ്ഞിടിയായിട്ട് കറണ്ട് പോയി ഭയങ്കര ഇടിയായിരുന്നു. പണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ കളായിരുന്നു. ഇതായിട്ട് കറണ്ട് പോയി. ഞാൻ കുഞ്ഞിനെ കല്ലുത്താത്താണ് എനിക്കറിയില്ലെങ്ങാണ്ടോ. പോവാ പോവാ അപ്പോൾ ഗൈസ് നമ്മളെ പരിപാടികളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞ് എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞ് അയാളുടെ ചെറിയൊരു ഉറക്കവും കഴിഞ്ഞു. ദേഫിത ഉണ്ട്, മോളുണ്ട്, അമ്മായി ഉണ്ട്.
അമ്മയുടെ വീട് നമ്മുടെ വീടിൻ്റെ അടുത്താണ്. അപ്പം അമ്മ ഞങ്ങളുടെ കൂടെ പോന്ന് ഫിദേ മോളും ദേ ഇവിടെ ഇപ്പം ഇറങ്ങും. നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ അവിടെ ഇറക്കി വിടുന്നതാണ്. റോയലിൻ്റെ അവിടെ നമ്മളപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൗണ്ടൊക്കെ പോയി, അന്താക്ഷരൊക്കെ കളിച്ച് ഒരു കുട്ടി ഡാൻസ് ഉണ്ടായിരുന്ന മദ്രസയുടെ പരിപാടികൾ. അമ്മായി എന്റെ ബ്ലോഗാണ്, എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരും ഫർസാന ബ്ലോഗ് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം. അപ്പൊ ഇതാണ് എന്റെ ഇന്നത്തെ വൈൻഡപ്പ്. ബൈ ബൈ. പറയണ പോണെന്ന് പറയും. വേണോ? വേണ്ട ഒരു മുണ്ടോ ബൈ. അതാ ഇസാടെ കൊടുത്തേക്കും. ഓ ഇസാടെ ചെറുപ്പം അന്വേഷിക്കണം. അവർക്കാരൻ